വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മട്ടൺ പുലാവാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ചൂടായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മീറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊടിച്ചു വെച്ച ഈ മസാലയിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു 1/4 കപ്പ് തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിമം 1 അവറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഫ്ലേവറൊക്കെ ഈ മട്ടണിലേക്ക് നല്ലപോലെ പിടിക്കും. ഇപ്പോൾ ഇത് നമ്മൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മട്ടൺ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ റൈസ് ഈ സ്റ്റോക്കിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഈ മട്ടൺ ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മട്ടൺ വേവ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ സമയം വേവിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുലാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഈ പുലാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നെയ്യ് വേണ്ടെങ്കിൽ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ നെയ്യ് ചേർക്കുന്നതായിരിക്കും ഈ പുലാവിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 4-5 ഏലക്ക, ഒരു തക്കോലം, അതുപോലെ തന്നെ ഒരു 7-8 ഗ്രാമ്പു, ഇത്രയും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അടുത്തായിട്ട് നമുക്കിതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഈ സവാളയൊക്കെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മട്ടൺ പീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മട്ടൺ പീസൊക്കെ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മട്ടൻ്റെ ഈ പീസസിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടോ, ഈ മട്ടനൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മട്ടൺ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് അളന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 3 കപ്പ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും വെള്ളവും കൂടിയിട്ട് നമ്മൾ 3.25 കപ്പാണ് ആകെ ഒഴിച്ചു കൊടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയാണ് 3.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ 3.25 കപ്പിൻ്റെ അടുത്ത് സ്റ്റോക്കും വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരി വേവാനായിട്ട് അത്രയും മതിയാവും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമുക്കൊരു 8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 7-8 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ അരിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലെ വെള്ളം മുഴുവൻ ഏകദേശം ഒന്ന് വറ്റിയ ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ അടച്ച് വയ്ക്കാം. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് നമ്മുടെ അരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റാണ് ഞാൻ ഈ റൈസ് കുക്ക് ചെയ്യാനായിട്ട് എടുത്തത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് അതുപോലെ തന്നെ അടച്ചു വെച്ചു. അതിനുശേഷം നമുക്കത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലേവർഫുള്ളായിട്ടുള്ള മട്ടൺ പുലാവ് നമുക്ക് റെയ്ത്തയുടെയും പിക്കിളിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്.